ഞാനപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കണ്ണാപ്പി ഉണ്ട് എന്ന് പറഞ്ഞാൽ റൈഡർ കണ്ണാപ്പി. ഞാൻ ഇവന്മാരൊന്നും ശ്രദ്ധിക്കാത്തതാണ്. എനിക്ക് ഈ റൈഡറിൻ്റെ ഇതെന്താന്ന് അങ്ങനെയൊന്നും അറിയില്ല. കാരണം എനിക്ക് ബൈക്കിനെ കുറിച്ചൊന്നും അറിയില്ല. ഇവൻ്റെ ഒരു ഡ്യൂക്ക് ഏതാണെന്ന് എനിക്ക് അറിയില്ല, കറക്റ്റ് അറിയില്ല. 250 ആണെന്ന് തോന്നണം, ഒരു വെള്ള കളർ. അതിൻ്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ പറ്റുവാണെങ്കിൽ ഫോട്ടോ ഇടാം. അപ്പൊ ഇവൻ ഈ രാത്രിയൊക്കെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെത്തുമ്പോ ഇവന് ഭയങ്കര പൊട്ടിക്കലാണ്. മഞ്ഞ് ടക്ക് 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 ടക്ക്. ഇവനൊക്കെ എന്താ ഉദ്ദേശിക്കണേ? ഇവൻ ഈ ട്രാക്ടറിലെ ഓട്ടോറിക്ഷയിലെ എന്തിൽ വെച്ചാലും ഇങ്ങനത്തെ സൗണ്ട് കേൾക്കും. അപ്പൊ ഇവന്റെ നമ്മളെന്താ ചിന്തിക്കേണ്ടത്? സൂപ്പർ ബൈക്ക് വന്നെന്നാണോ? ആ സൂപ്പർ ബൈക്ക് വന്നാൽ എനിക്കറിയാൻ പറ്റൂല. എനിക്ക് ബൈക്കിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ നമ്മളൊരു സൂപ്പർ ബൈക്കിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ, സൂപ്പർ ബൈക്കല്ല കാറാണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു സൗണ്ട് കേട്ട് നമുക്ക് മനസ്സിലാവും ഇത് സാധാ വണ്ടിയല്ല, ഈ വന്നത് സാധാ സാധനമല്ല, ഇതെന്തോ വേറെ സാധനമാണ് വന്നത് നമുക്ക് മനസ്സിലാവും. അതിനുള്ള വിവരമൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ എനിക്കറിയില്ല കേട്ടോ, അവരുടെ മൈൻഡ് എന്താ, എങ്ങനെയാ വർക്ക് ചെയ്യണേന്ന് എനിക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാൻ നിന്നിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ ഒരാളുടെ വണ്ടി കയറിയിട്ടുണ്ട്. ഒരു പുള്ളി അന്ന് ചേട്ടനായിരുന്നു, എൻ്റെ ചെറുപ്പത്തിലും ഉണ്ടായിരുന്നല്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ. അന്നപ്പം ആ വണ്ടി കയറിയപ്പോൾ എനിക്ക് കാണിച്ചു തന്നെ തീ പൊട്ടിക്കണേന്ന് സൈലൻസറിൽ കൂടെ. അപ്പൊ ഞാൻ വണ്ടിയുടെ ബാക്കിൽ നിന്നിട്ടപ്പോ എനിക്കിങ്ങനെ കാണിച്ചു തന്നെ, ഇയാളെ നോക്കണ തീയൊക്കെ പൊട്ടണ് നോക്കുന്നൊക്കെ. അപ്പൊ ഞാൻ ഇതെന്താണ് ഇപ്പൊ, ഇതിലെന്താ ഇപ്പൊ സംഭവം? ഇതിപ്പോ എഞ്ചിന്റെ ഉള്ളിൽ തീ എത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സൈലൻസറൊക്കെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ ആവും. അപ്പൊ എന്ത് ഇവൻ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ പെട്രോള് കൂടുതൽ കത്തൂലേ എന്നൊക്കെ ഞാൻ ആലോചിക്കണം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നമ്മ ഇങ്ങനെ ചിന്തിക്കണോ? ഇവൻ സൂപ്പർ വണ്ടിയാണല്ലോ ഓടിക്കണേന്ന് നമ്മ ഇങ്ങനെ ചിന്തിക്കണോ? അതാണ് ഇവന്റെയൊക്കെ വേണ്ടേ? സീനാണല്ലോ ഇവിടെ അവൻ, എന്റെ പൊന്നോ ഒച്ച കേട്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ നോക്കണോ? ഓ അപ്പൊ ഇതൊക്കെ കാണുമ്പോ പെണ്ണുങ്ങളുടെ വെള്ളം കണക്കാ ഇവന്മാരുടെയൊക്കെ വിചാരം. എന്താ ഞാൻ പറയണ്ടേ ഇവന്റെ അടുത്തൊക്കെ? എന്റെ അടുത്തൊക്കെ കൂടുതൽ പരിഹരിപ്പിക്കണ്ടേ? ഇവനൊക്കെ നല്ല സാധനം പറയാൻ എനിക്ക് അറിയില്ലാത്തതുകൊണ്ടല്ല, പിന്നെ എന്റെ ഒരു മാനേഴ്സ് അതായിപ്പോയി. എന്നൊന്നും വീട്ടുകാരൊക്കെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കുറെയൊക്കെ മിണ്ടാണ്ടിരിക്കണേ. ഞാൻ ആദ്യം വിചാരിച്ച് പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ എനിക്ക് പ്രാന്ത്. ഇവൻ ഇവിടെ എത്തിയപ്പോ വെറുതെ ഇതാക്കണം സമാധാനമായിട്ട്. അതും 12 1 മണി അങ്ങാണ്ട് ആവാറായി. ഞാനങ്ങനെ വേഗം കിടക്കുമൊന്നുമില്ല, അതൊക്കെ എന്റെ ഇഷ്ടമില്ല. ഞാനിവിടെ ഒച്ചപ്പാടുണ്ടാക്കാണ്ട് ഇവിടെ ഇരിക്കണേ. അപ്പൊ ഇവൻ ഇവിടെ എത്തുമ്പോ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇവൻ എന്നെ കാണിക്കാൻ വേണ്ടി തന്നെയാണല്ലോ എന്ന്. ഇപ്പൊ ഞാൻ ഇന്നലെ എനിക്ക് പ്രാന്തായിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഒച്ച ഒച്ച ആക്കിപ്പിച്ച്. ഞാനല്ല, വേറെ സാധനം കൊണ്ട് തന്നെ ഞാൻ, അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? കുറെ നേരമൊക്കെ ക്ഷമിക്കാൻ പറ്റി. ഇനി എന്താ നടക്കണേന്ന് അറിയാൻ വേണ്ടി ചെയ്ത. എനിക്ക് ഇങ്ങനെ ഇരുന്നിരുന്നും മടുത്ത്. കാരണം ഞാനൊന്നും പ്രതികരിക്കാണ്ട് ഒന്നും ചെയ്യാണ്ടൊക്കെ ഇരുന്നിരുന്ന് എനിക്ക് മടുത്ത്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് എനിക്ക് ഈ കാര്യം പറയുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ എങ്കിലും എടുത്ത് എനിക്കൊരു സമാധാനം കിട്ടുക. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കണ തന്നെ. ഇന്നത്തെ കാലത്ത് ഈ സാധനങ്ങൾ ഇവന്മാരുണ്ടോന്ന് ഞാൻ ആലോചിക്കണം. ഉണ്ടിട്ടാ, ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇവനെ ഞാൻ ശ്രദ്ധിക്കാറില്ല. പോട്ടെ എന്ന് വിചാരിച്ചിരിക്കണേന്ന്. പക്ഷെ ഇവൻ ശ്രദ്ധിപ്പിക്കണേ. ഇങ്ങനെയൊക്കെ ശ്രദ്ധിപ്പിക്കേണ്ട കാര്യം എന്താ? ഇവന്റെ കയ്യിൽ എന്താ ഇരിക്കണേ? ഇപ്പൊ ഏത് പൊട്ട 100cc വണ്ടിയിലാണെങ്കിലും ഇതേപോലത്തെ സൗണ്ട് കേൾക്കൂലേ? എനിക്കറിയില്ല കേട്ടോ, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. തീ കത്തു, എല്ലാ വണ്ടിയിലും തീ കത്തും. അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിക് ആയിരിക്കണം തീ കത്താണ്ടിരിക്കണമെങ്കിൽ. അപ്പൊ ഞാനപ്പോ ഇതൊക്കെ ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും അല്ല, ആരെങ്കിലും അപ്പൊ ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു. പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.